എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 15-ാമത്തെ വാക്യം നമുക്ക് പ്രാരംഭമായിട്ട് വായിക്കാം. താമസിച്ചു പോയാലോ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായ ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. ഇവിടെ സഭ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുകയാണ്. സഭയെ ഒന്ന് സത്യത്തിൻ്റെ തൂണ് എന്നും സത്യത്തിൻ്റെ അടിസ്ഥാനമെന്നും വിളിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഗ്രീക്ക് വാക്കെന്ന് പറയുന്നത് ഹെട്രോമ എന്ന് പറയും. അതായത് അടിസ്ഥാനം എന്നുള്ളിടത്ത് മതിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മതിൽ. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സത്യത്തിൻ്റെ തൂണ്, രണ്ട് സത്യത്തിൻ്റെ മതിൽ. സഭയെ വിവിധ നിലകളിൽ നമ്മുടെ കർത്താവ് സാദൃശ്യീകരിച്ചിട്ടുണ്ട്. സഭയെ ആടുകൾ എന്ന് വിളിച്ചിട്ടുണ്ട്. ആടുകളുടെ കൂട്ടത്തോട് ഉപമിച്ചിട്ടുണ്ട്. അതുപോലെ സഭയെ നിർമ്മല കന്യക എന്ന് വിളിച്ചിട്ടുണ്ട്. സഭയെ മണവാട്ടി എന്ന് പുതിയ നിയമം വിളിച്ചിട്ടുണ്ട്. ഇവിടെ വിളിച്ചിരിക്കുന്നത് എന്താണ്? സഭ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമാണ്. എന്താണ് ഈ തൂണ് ചെയ്യുന്ന ജോലി? തൂണ് താങ്ങി നിർത്തുന്നതാണ് ഫില്ലർ. മതിൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? മതിൽ ശത്രുവിൻ്റെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷണം നൽകും. അപ്പൊ സഭ, ദൈവത്തിന്റെ സഭ തൂണാണ്. എന്ത്? ഒന്നാമത്തെ ചിന്ത ഏതാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കരുതുന്നത്? സഭ സത്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന തൂണായിരിക്കണം. ജ്ഞാനമുള്ളവൾ ഒരു വീട് പണിതു. അതിന് തൂൺ എത്രയായിരുന്നു? 7. സഭയുടെ 7 അടിസ്ഥാനങ്ങളെയാണ് 7 തൂണ് കാണിക്കുന്നത്. ഏതൊക്കെയാണത്? ഇവിടെ പറയുകയാണ് സഭ സത്യത്തിന്റെ തൂണാണ്. സത്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന തൂണായിരിക്കണം സഭ എന്ന് നമ്മളോട് പുതിയ നിയമം നമ്മളോട് പറയുകയാണ്. പുതിയ നിയമ സഭയുടെ ഉത്തരവാദിത്തം എന്താണ്? സത്യത്തെ ഉയർത്തി പിടിക്കണം. എന്താ അതിന്റെ കാര്യം? ഈ അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ സത്യത്തെ ഉയർത്തിപ്പിടിക്കുന്നവരാണ് സഭ. ഉയർത്തിപ്പിടിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, അന്ധകാര ശക്തിയെ, അധർമ്മമൂർത്തിയെ തടഞ്ഞു നിർത്തുന്നത് അത് എന്താണ്? ഇന്ന് അധർമ്മമൂർത്തി ഇപ്പൊ വെളിപ്പെടാത്ത എന്തുകൊണ്ടാണ്? 2 തെസ്സലോനി 2:7. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. ആന്റി ക്രൈസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. എതിർ ക്രിസ്തു എന്തുകൊണ്ടാണ് അധർമ്മമൂർത്തി ഇപ്പോൾ ഇങ്ങോട്ട് കടന്നു വരാൻ കഴിയാതിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒരുവൻ വഴിയിൽ നിന്ന് അവനെ തടുക്കുന്നുണ്ട്. ആരാവത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നാ ഇവിടുന്ന് നീങ്ങിപ്പോകുമ്പോൾ അവൻ വെളിപ്പെടും. എന്നാ നീങ്ങിപ്പോകുന്നേ? നമ്മുടെ കർത്താവ് മോളിൽ വന്ന് കാഹളം ഊതുമ്പോൾ സഭ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന മക്കളെല്ലാം എന്ത് ചെയ്യും? കർത്താവ് വന്ന് കാഹളം ഊതുമ്പം എടുക്കപ്പെടും. അന്ന് പരിശുദ്ധാത്മാവും കൂടെ പോകും. അപ്പോൾ ഇന്ന് അധർമ്മമൂർത്തി ഇന്ന് വെളിപ്പെട്ട് വരാതെ അതിനെ തടഞ്ഞു നിർത്തുന്നത് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ, അദൃശ്യ ലോകത്താണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ദൃശ്യലോകത്ത് ആ അധർമ്മമൂർത്തിയെ തടഞ്ഞു നിർത്തുന്നത് അവരാണ് കർത്താവിന്റെ സഭ. പരിശുദ്ധാത്മാവിന് എവിടെ ഉള്ളേ? സഭയിൽ ദൈവമക്കളിലാണ്. അപ്പം അദൃശ്യ ലോകത്ത് തടഞ്ഞു നിർത്തുന്നു പരിശുദ്ധാത്മാവാണെങ്കിൽ, ദൃശ്യലോകത്ത് ഈ അധർമ്മമൂർത്തിയെ തടയുന്ന ആരാ? കർത്താവിന്റെ സഭയാണ്. സഭ. അപ്പം സഭ സത്യത്തിന്റെ തൂണാണ്. സത്യത്തെ ഉയർത്തിപ്പിടിക്കണം. സത്യം എന്ന് പറഞ്ഞാൽ, യേശു പറഞ്ഞു, ഞാനാകുന്നു സത്യം. സത്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം, നിന്റെ വചനം
സത്യമാകുന്നു. 4 + 3 = 7. ആര് എത്ര പ്രാവശ്യം കൂട്ടിയാലും 4 + 3 = 6.25 ആകുകയില്ല, 6.5 ആകുകയില്ല, 6 ആകുകയില്ല. 4 + 3 = 7 തന്നെ. അതൊരു കോൺക്രീറ്റഡ് ലോ ആണ്. അതാണ് വേദപുസ്തകം. അത് മാറ്റമില്ലാത്തതാണ്. അപ്പൊ ഈ സത്യത്തെ ഉയർത്തിപ്പിടിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ ചെന്നാലും നമ്മൾ ഈ സഭയുടെ ഈ ജോലി, ഡ്യൂട്ടി, ദൈവമക്കളുടെ ഡ്യൂട്ടി എന്താണെന്ന് ചോദിച്ചാൽ സത്യത്തെ എന്ത് ചെയ്യണം? ഉയർത്തി പിടിക്കണം. ഏത് ലോകത്ത് ചെന്നാലും എവിടെ ചെന്നാലും സത്യത്തെ ഉയർത്തി പിടിക്കുന്ന ആളുകൾ ആയിരിക്കണമെന്ന് ഇവിടെ പറയുകയാണ്. അപ്പൊ ദുഷ്ടന്റെ ആ അധർമ്മമൂർത്തി വെളിപ്പെടാതിരിക്കണമെങ്കിൽ, അശുദ്ധി കടന്നു വരാതിരിക്കണമെങ്കിൽ, തിന്മ കടന്നു വരാതിരിക്കണമെങ്കിൽ സഭയുടെ ജോലി എന്താണ്? സത്യത്തെ ഉയർത്തിപ്പിടിക്കണം. നമ്മെ ദൈവമക്കളെ അതിനാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ ചിന്ത നമുക്ക് അവിടെ തരികയാണ്, സഭ സത്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന സമൂഹമായിരിക്കണം. 2, സഭ വേർപാട് ഉയർത്തിപ്പിടിക്കുന്ന സമൂഹമായിരിക്കണം. 2 കൊരിന്ത്യർ 6-ാം അധ്യായം അതിന്റെ 14 മുതൽ 16 വരെ എന്ന് വായിച്ചേ. അവിടെ പറയുന്നത് എന്താണ്? സഭ വേർപാടിനെ എന്ത് ചെയ്യണം? ഉയർത്തി പിടിക്കണം. 14-ാം വാക്യത്തിൽ എന്താ പറഞ്ഞേ? വിശ്വാസിക്കും അവിശ്വാസിക്കും തമ്മില് ഇണയില്ലാപ്പെടാ കൂടരുത് എന്ന് പറഞ്ഞാൽ വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ ആത്മിക വിഷയങ്ങളിലും ആത്മിക വിഷയങ്ങളിലും ആരാധനാ വിഷയങ്ങളിലോ എന്ത് ചെയ്യരുത്? ഇണയില്ലാപ്പെടാ കൂടരുത്. ദൈവിക വിഷയങ്ങളിൽ ഇപ്പൊ ഭൗതികമായ കാര്യങ്ങൾക്ക് നമുക്കിപ്പം അവിശ്വാസിയും വിശ്വാസിയും തമ്മിൽ ഒന്നിച്ച് യാത്ര ചെയ്യേണ്ടി വരും, ഒന്നിച്ച് ജോലി ചെയ്യേണ്ടി വരും. അതൊന്നുമല്ല ഇവിടെ പറഞ്ഞേ. ആത്മിക കാര്യങ്ങളിൽ അവിശ്വാസിയും വിശ്വാസിയും തമ്മിൽ എന്തുണ്ടാവരുത്? ഒരു കൂട്ടുകെട്ട് ഉണ്ടാകുക. എല്ലായിടത്തും നമുക്ക് ഒരു വേർപാട് ആവശ്യമാണെന്ന് പറയുക. 17-ാം വാക്യം എന്താ പറഞ്ഞേ? പുറപ്പെട്ട് അവരുടെ ഇടയിൽ നിന്ന് വേർപെട്ട് ഇരിപ്പിൻ, അല്ലെ? അപ്പൊ സഭ വേർപാട് ഉയർത്തിപ്പിടിക്കുന്നവരായിരിക്കണം. 1 പത്രോസ് 1-ാം അധ്യായം 1-2. പിതാവായ ദൈവത്തിന്റെ മുന്നറിവിന് ഒത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാരായവർക്ക് എഴുതുന്നത്. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാർക്ക് എഴുതുന്നത്. എന്താണ്? അവർക്ക് ആർക്കാ എഴുതിയേ? അവരെ വിളിച്ച പേരെന്നാ? വൃതന്മാർ. അവരുടെ ക്വാളിറ്റി എന്താ? രക്തത്താൽ തളിക്കപ്പെട്ടവർ. വൃതൻ എന്ന് പറഞ്ഞാൽ എന്താ? വൃതൻ എന്ന് പറഞ്ഞാൽ വേർപെട്ടവൻ, വേർപാടുള്ളവൻ, വൃതൻ. അവിടെ പറഞ്ഞൊരു വാക്ക് കേട്ടോ, യേശുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടവർ. അതാരാ? നമ്മളെ എപ്പോഴാ കർത്താവ് രക്തം കൊണ്ട് തളിച്ചേ? നമ്മൾ രക്ഷിക്കപ്പെട്ടത് എന്നാ? അന്ന് കർത്താവ് തന്റെ രക്തത്താൽ നമ്മളെ എന്ത് ചെയ്തു? തളിച്ചു, രക്തം തളിച്ചു, അല്ലെ? എബ്രായലേഖനം വായിക്കുമ്പോൾ എങ്ങനെയാ നമ്മൾ വായിക്കുന്നത്? തന്റെ ദേഹമെന്ന തിരശ്ശീല കീറി നമുക്ക് വഴി തുറക്കുക മാത്രമല്ല, തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് ഉള്ള പ്രവേശനത്തിന് ധൈര്യവും നിങ്ങളുടെ ഹൃദയങ്ങളിൽ രക്തം തളിക്കപ്പെട്ടവരുമായി, അല്ലെ? രക്തം തളിച്ചു. ലേവി 14-4 മുതൽ 7 വരെ വായിച്ച്. കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണമാണ് ഇവിടുത്തെ നിയമം. കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണത്തിന് കൊണ്ടുവരേണ്ട ക്രമത്തിൽ അവിടെ 2 കാര്യങ്ങൾ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. അവൻ 2 പ്രാക്കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ടുവരണം. 2 പ്രാക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൽ ഒരു പ്രാക്കുഞ്ഞിനെ പുരോഹിതൻ എടുത്തിട്ട് അതിനെ മൺകുടത്തിലെടുത്ത് ഉറവ വെള്ളത്തിന് മീതെ പിടിച്ച് അതിന്റെ കഴുത്ത് പിരിച്ച് ഒന്നിനെ ആ രക്തം ആ വെള്ളത്തിലേക്ക് ഒഴിക്കും. ഒഴിച്ചതിന് ശേഷം ഈ രക്തം എടുത്തിട്ട് ആ രക്തം ഈ കുഷ്ഠരോഗിയുടെ മേൽ തളിച്ച് ആ കുഷ്ഠരോഗിയെ ശുദ്ധിയുള്ളവനായിട്ട് പ്രഖ്യാപിക്കും. ബാക്കി ഉറവ വെള്ളത്തിലുള്ള ആ വെള്ളം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ 2 കുരുവിയെ കൊണ്ടുവന്നതിൽ ഒന്നിനെ കഴുത്ത് ഞെരിച്ചു കൊന്നു. അതിന്റെ രക്തം ഉറവെള്ളത്തിലുണ്ട്, മറ്റേതിനെ ജീവനോടെ കയ്യിൽ പിടിക്കും. പിടിച്ചിട്ട് ഈ ഉറവ വെള്ളം അതിന്റെ മേലെ, ഈ രക്തം വീണ വെള്ളം അതിന്റെ മേലെ തളിക്കും. തളിച്ചിട്ട് ഈ ജീവനുള്ള പക്ഷിയെ ഇങ്ങനെ പറത്തി അങ്ങ് വിടും. മനസ്സിലായത്രോ? ഈ പക്ഷി പറന്നു പോകും. ആ പക്ഷി പറന്ന്, ആ പ്രാവ് പറന്ന് അതിന്റെ കൂട്ടത്തിലേക്ക് ചെല്ലും. അതിന്റെ കൂട്ടത്തിലേക്ക് ആ പ്രാവ് ചെല്ലുമ്പോൾ ആ കൂട്ടത്തിലുള്ള ആ പ്രാവുകൾ ഇതിനെ അവരുടെ കൂട്ടത്തിൽ ചേർക്കുകയില്ല. കാരണം തൻ്റെ പ്രാവിന്റെ ഇണയുടെ രക്തം ഇതിന്റെ മേൽ വീണു കിടക്കുകയാണ്. അപ്പൊ ഈ തൻ്റെ ഇണ പ്രാവ് കൊല്ലപ്പെട്ടു, അതിന്റെ രക്തം ഈ പ്രാവിന്റെ മേൽ തളിക്കപ്പെട്ടത് കൊണ്ട്, ഈ രക്തമുള്ളത് കൊണ്ട് ഈ പ്രാവുകളുടെ കൂട്ടത്തിൽ ഈ രക്തം തളിച്ച് വിട്ടയച്ച പ്രാവിനെ അവർ കൂട്ടുകയില്ല.
അങ്ങനെ അതിനെ അവർ ഓടിക്കും. അവിടെ അത് ഓടി ആ പ്രാവ് പിന്നീട് വേദപുസ്തകം നിങ്ങൾ വായിച്ചു നോക്കുക, മറ്റൊരു ഭാഗത്ത് പറഞ്ഞിരിക്കുകയാണ്, അത് പിളർപ്പുള്ള പാറയുടെ പിളർപ്പിൽ പോയിരിക്കും. അതാണ് പിളർപ്പിലിരിക്കുന്ന പ്രാവേ, ഞരങ്ങുന്ന പ്രാവേ. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരം ഇതാണ്, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ട ദൈവസഭ ഒരു വേർപാടുള്ള സഭയായിരിക്കണം. ലോകത്തിന്റെ കൂടെ കൂട്ടുകൂടുന്ന, എല്ലാത്തിനും കൂട്ടുകൂടുന്ന ഒരു സഭയമല്ല. സഭ വേർപാട് ഉയർത്തിപ്പിടിക്കണം. എന്തുകൊണ്ടാണ്? നമ്മുടെ ഇണയുടെ, നമ്മുടെ ആത്മനാഥന്റെ, നമ്മുടെ ഇണയുടെ രക്തം നമ്മുടെ മേൽ തളിക്കപ്പെട്ടവരാണ്. ഇവിടെ രണ്ടാമത് പറയുന്നതാണ് സഭയുടെ ഉത്തരവാദിത്വം എന്താണെന്ന് ചോദിച്ചാൽ, സഭ വേർപാട് ഉയർത്തിപ്പിടിക്കുന്നവരായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരു വേർപാട് ജീവിതം നമുക്ക് ആവശ്യമാണ്. മൂന്നാമത്തെ കാര്യം 1 തിമോത്തി 3:15. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടതെങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. അവിടെ പറഞ്ഞ വാക്ക് സംബന്ധിച്ചോ, ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന, അല്ലേ? അപ്പൊ ആ സഭയെക്കുറിച്ച് പറയുന്നത് സത്യത്തിന്റെ തൂണ് മാത്രമല്ല, പിന്നെന്താണ്? സത്യത്തിന്റെ അടിസ്ഥാനമാണ്. അടിസ്ഥാനം അതാണ് മുമ്പേ ഗ്രീക്കിലെ വാക്ക് നമ്മൾ ഹെഡ്രേമ എന്ന് പറഞ്ഞാൽ മതിലാണ്. മതിൽ, അതിന്റെ മൂലഭാഷയിൽ അടിസ്ഥാനം എന്നുള്ളിടത്ത് കൊടുത്തിരിക്കുന്ന മതിൽ എന്താണ്? പുറത്തു നിന്നുള്ള ശത്രുവിന്റെ ആക്രമണത്തിൽ നിന്ന് തടയുന്നതാണ് സഭ. സഭ എന്ന് പറയുന്ന സഭ ഒരു മതില് പോലെയാണ്. എന്തിനു വേണ്ടിയുള്ള മതില്? ഉപദേശ സത്യങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന മതിലായിരിക്കണം. സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന മതിലായിരിക്കണം സഭ എന്ന് പറയുകയാണ്. അതായത് സഭ ഉപദേശ സത്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന സഭയായിരിക്കണം, തൂണായിരിക്കണം എന്ന് പറയുകയാണ്. ഉപദേശ സത്യങ്ങളെ ഉയർത്തിപ്പിടിക്കുവാൻ കഴിയണം. ഒരു വ്യക്തി വീഴുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആത്മീക ജീവിതത്തിൽ നിന്ന് ഒരാൾ വീഴുന്നത് പെട്ടെന്ന് വീഴുകയല്ല, അത് പടിപടിയായിട്ടാണ് വീഴുന്നത്. ഒരു വ്യക്തിയുടെ വീഴ്ച നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആത്മീയമായി പുറകോട്ട് പോകുന്നത് അവർ പതുക്കെയാണ് പുറകോട്ട് പോകുന്നത്. ഇനി ഞാൻ നിങ്ങളോട് പറയാം, എങ്ങനെയാണ് ഈ ബാബിലോന്യ ആചാരം സഭയിലേക്ക് കടന്നു വരുന്നത്. ദാനിയേൽ പ്രവചനം 1:4. ഇസ്രായേൽ മക്കളിൽ രാജസന്തതിയിലും കുലീനന്മാരിലും വെച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യന്മാരുമായ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കൽദയയുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിപ്പാനും കൽപ്പിച്ചു. ഇസ്രായേൽ മക്കൾ യഹൂദന്മാരെ അവർ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ബാബേൽ രാജാവിന് അവരെ ഏൽപ്പിച്ചു കൊടുത്തു, നെബൂഖദ്നേസർ. അങ്ങനെയാണ് ദൈവജനം എപ്പോൾ പാപം ചെയ്യുമോ അപ്പോൾ ജാതികളുടെ രാജാക്കന്മാർക്ക് ഈ ദൈവജനത്തെ പീഡിപ്പിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തതായ സമയത്ത് ഈ ബാബേൽ രാജാവ് വന്ന് യഹൂദന്മാരിൽ അനേകരെ പിടിച്ചുകൊണ്ടുപോയി, അടിമത്തത്തിലേക്ക് കൊണ്ടുപോയി. അപ്പൊ അടിമത്തത്തിലിരിക്കുന്ന സമയത്ത് ഈ ബാബേൽ രാജാവ് ഒരു കാര്യം പറഞ്ഞു. ഈ യഹൂദന്മാരിൽ നല്ല യോഗ്യന്മാരായുള്ള, അംഗഭംഗമില്ലാത്ത യോഗ്യന്മാരായ, അറിവുള്ള, നല്ല സൗന്ദര്യമുള്ള, വിദ്യാഭ്യാസമുള്ള കുറെ യുവാക്കളെ തെരഞ്ഞെടുക്കാൻ പറഞ്ഞു. എന്തിനാ തെരഞ്ഞെടുക്കുന്നത്? രാജധാനിയിൽ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി തെരഞ്ഞെടുക്കാൻ പറഞ്ഞു. അങ്ങനെ തെരഞ്ഞെടുത്തു. അങ്ങനെ അവരെ തിരഞ്ഞെടുത്തതിന് ശേഷം എന്താണ് രാജാവ് പറഞ്ഞതെന്നറിയാമോ? കൽദയരുടെ വിദ്യയും ഭാഷയും അവരെ അഭ്യസിപ്പിക്കാൻ പറഞ്ഞു. അതായത് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഒരു വ്യക്തി ആത്മീയ ജീവിതത്തിൽ വീഴുന്നത് പടിപടിയായിട്ടാണ്. ഒരു കുടുംബമായിക്കോട്ടെ, ഒരു സഭ ആത്മീയമായി തകർന്നു പോകുന്നതും അതും പടിപടിയായിട്ടാണ്. ഇവിടെ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? രാജാവ് അവരോട് പറയുകയാണ്, കൽദയരുടെ ഭാഷയും വിദ്യയും ഇവരെ പഠിപ്പിക്കണം. ഒന്നാമത്തെ കാര്യം, അവർക്ക് കൊടുക്കുന്നതാണ് എന്ത് ചെയ്യണം? അവരുടെ അറിവിലും ഭാഷയിലും മാറ്റം വരുത്തുകയാണ്. മനസ്സിലാവുന്നു? അറിവ്, അവരേത് ഭാഷക്കാരാ? യഹൂദന്മാരുടെ ഭാഷ എബ്രായ ഭാഷയാണ്. അപ്പൊ ഈ യുവാക്കന്മാരെ കൊണ്ടുവന്നപ്പോൾ രാജാവ് ആദ്യം വന്ന മാറ്റം വരുത്തിയത് എവിടെയാണ്? അവരുടെ ഭാഷ മാറ്റാൻ പറഞ്ഞു. എന്താണ്? എബ്രായ ഭാഷയല്ല, കൽദയരുടെ ഭാഷ അവരെ പഠിപ്പിക്കണം. രണ്ടാമത് പറഞ്ഞ എന്താണ്? അവർക്ക് കൽദയരുടെ വിദ്യ പഠിപ്പിക്കണം. അറിവിലും ഭാഷയിലും മാറ്റം വരുത്തുവാനായിട്ട് ഒന്നാമത് പറഞ്ഞു. നിങ്ങൾ രണ്ടാമത്തെ കാര്യം നോക്കണേ. രാജാവ് അവർക്ക് രാജഭോജനത്തിൽ നിന്നും താൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും നിത്യവൃത്തി നിയമിച്ചു. ഇങ്ങനെ അവരെ 3 സംവത്സരം വളർത്തിയിട്ട് അവർ രാജസന്നിധിയിൽ നിൽക്കണമെന്ന് കൽപ്പിച്ചു. രണ്ടാമത് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇവരുടെ ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തി, മെനുവിൽ മാറ്റം വരുത്തി. അതായത് ഒരു എബ്രായനെ സംബന്ധിച്ച്, ഒരു യഹൂദനെ സംബന്ധിച്ച് ജാതികൾ ഭക്ഷിക്കുന്ന ഭക്ഷണം ഭക്ഷിക്കുവാൻ അനുവാദമില്ല. അവനത് നിഷിദ്ധമാണ്. അവൻ രക്തം ഭക്ഷിക്കാറില്ല, ശ്വാസം മുട്ടിച്ചതിനെ ഭക്ഷിക്കാറില്ല. നിങ്ങൾക്കറിയാമോ,
ഒന്നാമത്തെ ആദ്യ നൂറ്റാണ്ടിലെ സഭയില് ഒന്നാം സൂനകദോസ് കൂടുന്നത് അപ്പസ്തോല പ്രവൃത്തി സഭാചരിത്രം അപ്പസ്തോല പ്രവൃത്തി 15-ാം അധ്യായത്തിലാണ് ഒന്നാമത്തെ സൂനകദോസ്. ഈ ഒന്നാമത്തെ സൂനകദോസ് ആദ്യമായിട്ട് കൂടിയത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? യഹൂദന്മാരും ജാതികളും തമ്മിൽ ഒന്നിച്ചിരുന്ന് ആരാധിക്കുന്നതായ സമയത്ത് അവരുടെ ഇടയിൽ ഒരു നിയമം കൊണ്ടുവരണമെന്ന് പറഞ്ഞു. എന്തായിരുന്നു ആ നിയമം? ജാതികൾ എന്ത് ഭക്ഷിക്കാൻ പാടില്ല? രക്തം, ശ്വാസം മുട്ടിച്ചത്തത്, പരസംഗം. പരസംഗം എന്ന് പറഞ്ഞാൽ എന്താ? വ്യഭിചാരം. ഈ 3 കാര്യങ്ങൾ അനുവദിക്കരുതെന്ന് പറഞ്ഞു. എന്താണ്? ശ്വാസം മുട്ടിച്ചത്തതിനെ ഭക്ഷിക്കരുത്, രക്തം ഭക്ഷിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്. അപ്പൊ ഈ ഒന്നാം സൂനകദോസില് വെച്ച ഒന്നാം സൂനകദോസിൽ ഇതിനു വേണ്ടി മാത്രമാണ് കൂടിയത്. ഞാൻ പറഞ്ഞത് യഹൂദന്മാർക്ക് നിയമങ്ങളുള്ളവരാണ്. അവർക്ക് ഇപ്പൊ എന്ത് ചെയ്തു? അവരുടെ ഭക്ഷണ രീതിയെ രാജാവ് എന്ത് ചെയ്തു? മാറ്റി. മൂന്നാമത് എന്താ മാറ്റിയത്? 6-7 വായിച്ച്. അവരുടെ കൂട്ടത്തിൽ ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അസര്യാവ് എന്നീ യഹൂദ പുത്രന്മാർ ഉണ്ടായിരുന്നു. ഷണ്ഡാധിപൻ അവർക്ക് പേരിട്ടു. ദാനിയേലിന് അവൻ ബേൽത്ശസ്സർ എന്നും, ഹനന്യാവിന് ശദ്രക് എന്നും, മീശായേലിന് മേശക് എന്നും, അസര്യാവിന് അബേദ്നെഗോ എന്നും പേര് വിളിച്ചു. മൂന്നാമത് അവരുടെ പേര് മാറ്റി. നമ്മൾ പറയുന്ന ഏത് പേരാ? ശദ്രക്, മേശക്. ഇതെല്ലാം ആരുടെ പേരാ? ജാതീയ ദേവന്മാരുടെ പേരുകളാണ്. യഹൂദന് അന്യദേവന്റെ പേര് നാവിന്മേൽ എടുക്കാൻ അധികാരമുണ്ടോ? ഇല്ല. അപ്പൊ ഇവന്റെ സിസ്റ്റം മാറ്റുന്നു. അതായത് ഒരു ആത്മീക അധപതനം വരുന്നത് പടിപടിയായിട്ടാണ്. ഒന്ന് എവിടെ മാറ്റി? ഒന്ന് അവന്റെ അറിവിലും വിദ്യയിലും മാറ്റം വരുത്തി. 2 അവന്റെ ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തി. 3 അവന്റെ പേരില് മാറ്റം വരുത്തി. പടിപടിയായി ബാബിലോണ്യ ആചാരം അവരിലേക്ക് കയറ്റിവിടുന്ന പറഞ്ഞു. അതിന്റെ 3-ാം അധ്യായം എടുത്ത് ദാനിയേൽ 3:14-15 വായിച്ച്. നെബൂഖദ്നേസർ അവരോട് കൽപ്പിച്ചത്, ശദ്രക്കെ, മേശക്കെ, അബേദ്നെഗോവേ, നിങ്ങൾ എൻ്റെ ദേവന്മാരെ സേവിക്കുകയോ ഞാൻ നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് നേർ തന്നെയോ? ഇപ്പോൾ കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഞാൻ പ്രതിഷ്ഠിച്ച ബിംബത്തെ വീണ് നമസ്കരിപ്പാൻ ഒരുങ്ങിയിരുന്നാൽ നന്ന്. നമസ്കരിക്കാതിരുന്നാലോ ഈ നാഴികയിൽ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയും. നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവൻ ആർ? 4 ഇവിടെ എന്ത് മാറ്റമാണ് വരുത്തിയത്? എന്തിനാ? ആരാധനയിൽ മാറ്റം വരുത്തി. സഭ ഉപദേശത്തെ, സത്യത്തിന്റെ തൂണാണ്. ഉപദേശത്തെ ഉയർത്തിപ്പിടിക്കുന്ന തൂണാണ് സഭ. നമ്മളെവിടെ നിൽക്കുന്നു? നമ്മുടെ ആരാധന എവിടെ നിൽക്കുന്നു? നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എവിടെ നിൽക്കുന്നു? നമ്മുടെ ആത്മീയ ജീവിതം എവിടെ നിൽക്കുന്നു? ഈ സമയത്ത് നമുക്ക് ചിന്തിക്കുവാനായിട്ട് നമുക്ക് ഇടയായിട്ട് ദൈവത്തിന്റെ വചനം അനുസരിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത്. എൻ്റെ കൽപ്പനകളെ, എൻ്റെ ന്യായപ്രമാണത്തെ അനുസരിക്കുക, രാപ്പകൽ ധ്യാനിക്കണം. യേശു പറഞ്ഞു അല്ലേ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ അനുസരിക്കും. സിംഹകുഴിയുടെയും തീച്ചൂളയുടെയും അനുഭവമൊക്കെ ഉണ്ടാവും. എങ്കിലും ഉപദേശ സത്യത്തിന് വേണ്ടി നിലകൊള്ളണം. എങ്കിലും ഉപദേശത്തെ ഉയർത്തിപ്പിടിക്കുന്ന തൂണായിരിക്കണം ദൈവസഭ. 4-ാമത്തെ കാര്യം എന്ന് പറയുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 19-20 ഒന്ന് വായിച്ചു. അവൾ അവനെ മടിയിൽ ഉറക്കി, ഒരു ആളെ വിളിപ്പിച്ചു, തലയിലെ ജട 7 കളയിച്ചു. അവൾ അവനെ ഒതുക്കി തുടങ്ങി. അവന്റെ ശക്തി അവനെ വിട്ടുപോയി. പിന്നെ അവൾ, ശിംശോനെ, ഫെലിസ്ത്യർ ഇതാ വരുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ ഉറക്കമുണർന്നു. യഹോവ തന്നെ വിട്ടു എന്നറിയാതെ ഞാൻ മുമ്പിലത്തെ പോലെ കുടഞ്ഞൊഴിഞ്ഞു കളയും എന്ന് വിചാരിച്ചു. സഭ ജീവിത സാക്ഷ്യത്തെ ഉയർത്തിപ്പിടിക്കണം. ഇവിടെ എന്താണ് സംഭവിച്ചത്? ശിംശോൻ എന്ന് പറയുന്നത് ഒരു നാസി വ്രതക്കാരനാണ്. ഈ നാസിർ വ്രതം എന്ന് പറഞ്ഞാൽ അറിയാമോ? നാസിർ വ്രതം. അപ്പൊ നാസിർ വ്രതക്കാരന് പ്രധാനമായ 3 നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. 1, മുന്തിരിപ്പഴം അത് രുചിക്കുകയോ അതിന്റെ കുരുവോ തൊലിയോ ഒന്നും കഴിക്കാൻ പറ്റില്ല. മുന്തിരി കഴിക്കാനേ പറ്റില്ല. 2, നാസി വ്രതക്കാരൻ ശബത്തെ തൊടരുത്. തന്റെ പ്രിയപ്പെട്ടവരോ തന്റെ കുടുംബക്കാരോ അല്ലെങ്കിൽ തനിക്ക് എത്രയും വേണ്ടപ്പെട്ടവര് ആര് മരിച്ചാലും എന്ത് ചെയ്യാൻ പാടില്ല, അവൻ അതിനടുത്ത് പോവുകയോ ശബത്തെ തൊടുകയോ ചെയ്യാനായിട്ട് പാടില്ല. 3-ാമത്തെ അവന്റെ നിയമമാണ് ജഡ എന്ത് ചെയ്യരുത്, മുറിക്കുവാനായിട്ട് പാടില്ല. നാസി വ്രതക്കാരന് ഈ 3 നിയമങ്ങളുണ്ട്. ഇവിടെ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം 5-ാം വാക്യം വായിച്ചു. അങ്ങനെ ശിംശോനും അവന്റെ അപ്പനും അമ്മയും തിമ്നയിലേക്ക് പോയി. തിമ്നയ്ക്കരികെയുള്ള മുന്തിരിത്തോട്ടങ്ങളിൽ എത്തിയപ്പോൾ ഒരു ബാലസിംഹം അവന്റെ നേരെ അലറി വന്നു. ഇവനോട് എതിലെ പോകല്, എന്ത് കഴിക്കരുതെന്ന 1-ാമത് ഓർത്ത പ്രമാണം? മുന്തിരിങ്ങ എന്ത് ചെയ്യരുത്, കഴിക്കരുത്. ഇവനിപ്പോ എതിലെയാ പോകുന്നത്? ഇവന്റെ അപ്പനും അമ്മയും കൂടെ
മുന്തിരിത്തോട്ടത്തിലൂടെ പോവുക. ഇനി മക്കളെ അതിൻ്റെ 8-ാം വാക്യം വായിച്ചേ. ഒരു ബാലസിംഹം അവന്റെ നേരെ അലറി വന്നു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ അവൻ അതിനെ ഒരു ആട്ടിൻകുട്ടിയെപ്പോലെ കീറിക്കളഞ്ഞു. താൻ ചെയ്തത് അപ്പനോടും അമ്മയോടും പറഞ്ഞില്ല. അത്ര ശക്തിയുള്ളവനാ. ഇവന്റെ നേരെ ചാടി വീണ സിംഹത്തെ എന്ത് ചെയ്തു? ബാലസിംഹത്തെ താടിക്ക് പിടിച്ചിട്ട് രണ്ടൂടെ വലിച്ചങ്ങ് കീറിക്കളഞ്ഞു. 8-ാം വാക്യം. കുറെ കാലം കഴിഞ്ഞ ശേഷം അവൻ അവളെ വിവാഹം കഴിപ്പാൻ തിരികെ പോകയിൽ സിംഹത്തിന്റെ ഉടൽ നോക്കേണ്ടതിന് മാറിച്ചെന്നു. സിംഹത്തിന്റെ ഉടലിനകത്ത് ഒരു തേനീച്ച കൂട്ടവും തേനും കണ്ടു. അത് അവൻ കയ്യിലെടുത്ത് തിന്നും കൊണ്ട് നടന്നു. ഈ സിംഹത്തെ അന്ന് അങ്ങോട്ട് പോയപ്പോൾ എന്ത് ചെയ്തു? വലിച്ചു കീറി ഇട്ടു പോയി. അപ്പൊ തിരിച്ചു വന്നപ്പോൾ എന്ത് ചെയ്തു? കുറച്ചു നാൾ കഴിഞ്ഞാൽ വന്നപ്പോൾ എന്ത് ചെയ്തു? ആ ഉടൽ എന്ത് ചെയ്യുന്നു നോക്കാൻ, എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കാനായിട്ട് വഴി നൽപ്പം മാറി അങ്ങോട്ട് ചെന്നു. ചെന്നപ്പം ഈ അസ്ഥികൂടിനകത്ത് എന്തുണ്ട്? തേൻകൂടുണ്ട്. അവൻ അതിൽ നിന്ന് ഒരു തേൻകട്ട അടത്തി ഈച്ച കുത്താതെ എടുത്തു. അവനത് കഴിച്ചുകൊണ്ട് നിന്നു. അപ്പം അവനോട് പറഞ്ഞു, എന്ത് ചെയ്യരുത്? മുന്തിരി കഴിക്കരുത്, മുന്തിരിത്തോട്ടത്തിലൂടെ നീ പോകരുത്. അവൻ അത് ആദ്യം കഴിച്ചു, അതിലേ പോയി. രണ്ടാമത് അവൻ എന്ത് ചെയ്തു? ശവത്തെ തൊടരുത്, തൊട്ടാൽ നാസിബുദ്ധക്കാരൻ എന്തായി തീരും? അശുദ്ധനായിത്തീരും, അശുദ്ധനാവും. അപ്പോൾ ഇവനിപ്പം എന്ത് ചെയ്തു? ഈ മൃഗത്തിന്റെ ശവത്തെ ചെന്ന് തൊടുക മാത്രമല്ല, അതിനകത്തുനിന്ന് തേനും എടുത്ത് കഴിച്ചു. സത്യത്തിൽ ഇവൻ വീണത് ഇവിടെയാണ്. അതിൻ്റെ ലാസ്റ്റ് ഫിനിഷിങ് പോയിന്റാണ് ദലീലയുടെ മടിയിൽ പോയി കിടന്നത്. മനസ്സിലാവുന്നു? അപ്പൊ ഇവൻ ആദ്യമേ ഈ ചെറിയ പാപം അവന്റെ ജീവിതത്തിൽ വന്നപ്പോൾ അവൻ ആ പാപത്തെ ഏറ്റുപറയണമായിരുന്നു. ആ ചെറിയ പാപം വന്നപ്പോൾ അവൻ യഹോവയുടെ മുമ്പിൽ പോയി ഇരിക്കണമായിരുന്നു. അവൻ ആ പാപം ചെയ്തപ്പോൾ, ആ വീഴ്ച പറ്റിയപ്പോഴേ അവൻ എന്ത് ചെയ്യണം? ജഡയെന്ന് മുറിച്ചു കളയണം. കാരണം ഇവനെ ജഡ കാണുമ്പോൾ ആരാന്നാ വിചാരിക്കുന്നത്? ഈ ജഡ എന്തിന്റെ അടയാളമാ? നാസിർ വ്രതത്തിന്റെ അടയാളമാ. അപ്പൊ ഇവൻ ഈ മുന്തിരിക്കട്ട തിന്നപ്പോഴേ ജഡ മുറിച്ചാൽ മതിയായിരുന്നു. വേണ്ട, അവിടെയും പോട്ടെ. ഈ ശവത്തെ രണ്ടാമത് പോയി ഈ പാപം ചെയ്തു, ശവത്തെ തൊട്ടപ്പോഴെങ്കിലും ഇവൻ എന്ത് ചെയ്യാമായിരുന്നു? ഈ ജഡ എന്ത് ചെയ്യായിരുന്നു? മുറിച്ചു കളയാമ. മുറിച്ചു കളഞ്ഞില്ല. മൂന്നാമത് പോയി വീണതാണ് ദലീലയുടെ മടിയിൽ പോയി. അല്ലെ, ഫിലിസ്ത്യർ വരുന്നുണ്ട്. അവളോട് രഹസ്യങ്ങളെല്ലാം പറഞ്ഞു. ജഡ മുറിച്ചു, ഫിലിസ്ത്യർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇവൻ കുടഞ്ഞ് എഴുന്നേറ്റു. പക്ഷെ എഴുന്നേക്കാൻ പറ്റിയില്ല. അവളെ അവനെ വരിഞ്ഞ് മുറുക്കി, നീരാളി പിടിക്കുന്ന പോലെ അവനെ ഒതുക്കി. അവന്റെ ശക്തി, യഹോവ അവനെ വിട്ടുമാറി. അവന്റെ ശക്തി അവനെ വിട്ട്. വേർപാട് ജീവിതത്തിൽ ഉണ്ടാകണം. എവിടെ ജീവിച്ചാലും നമ്മളെ ദൈവം കാണുന്നുണ്ടെന്നുള്ള ബോധ്യം നമുക്ക് വേണം. നമ്മൾ ചെയ്യുന്ന പാപം മറ്റൊരാൾ കാണുന്നില്ലായിരിക്കും, പക്ഷെ ആര് കാണുന്നുണ്ട്? ദൈവം കാണുന്നുണ്ട്. ദൈവത്തെ മറയ്ക്കുവാൻ കഴിയില്ല. നമ്മുടെ പാപം ദൈവത്തെ മറയ്ക്കുവാനായിട്ട് കഴിയില്ല. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ അവൻ നോക്കുമ്പം അവന്റെ മുമ്പിൽ സകലവും നഗ്നവും മലർന്നതുമാണ്. അല്ലെ, ഇവിടെ ഞാൻ വിഷയത്തിലേക്ക് വരാം. ഇവിടെ എന്ത് ചെയ്യണമായിരുന്നു എന്ന് ചോദിച്ചാൽ, ശിംശോന് ഒരൊറ്റ കാര്യം ചെയ്താൽ മതിയായിരുന്നു. പാപം ചെയ്തപ്പോഴേ ജഡം മുറിച്ചേക്കണം. അവൻ ജഡം മുറിച്ചില്ല. സമൂഹത്തിന് മുമ്പിൽ അവൻ പിന്നെയും ആരായി നിൽക്കുക? നാസിർ വ്രതക്കാരനാണ്. അവൻ തെറ്റുപറ്റിയപ്പോഴേ ജഡം മുറിച്ചായിരുന്നേ ആ തെറ്റുധാരണ മാറിയാനെ. നിങ്ങൾ 2 തിമോത്തി 3:5. ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് ഇവിടെ ഈ ശിംശോനെ ഉദ്ദേശിച്ച് പറയുക? ശിംശോൻ എന്ത് ചെയ്തു? അവൻ ഭോഗപ്രിയനായി അവൻ എന്ത് ചെയ്തു? ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട് ശക്തിയെ ത്യജിച്ചു. ശക്തി വിട്ടുപോയി എന്ന് അറിഞ്ഞിട്ടും അവന്റെ വേഷം എന്ത് ചെയ്തില്ല? അവൻ മാറ്റിയോ? ഭക്തിയുടെ വേഷം അവൻ ധരിച്ചു. ശക്തി പോയാൽ ഭക്തിയുടെ വേഷം മാറ്റിയേക്കണം. ശിംശോൻ എന്ത് ചെയ്യണമായിരുന്നു? ശിംശോൻ ചെയ്യേണ്ട കാര്യം ഇതായിരുന്നു. തെറ്റ് പറ്റിയപ്പോഴേ എന്ത് ചെയ്യണമായിരുന്നു? ജഡ എന്ത് ചെയ്യണം? മുറിച്ചു കളയണം. പക്ഷെ അവൻ ജഡ മുറിച്ചില്ല. വീണ്ടും അവൻ ആ നാസി വ്രതക്കാരനായി നിന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, പാപം ജീവിതത്തിൽ വന്നാൽ ആ ഭക്തിയുടെ വേഷം മാറ്റിയിട്ട് വിട്ടേക്കണം. അപ്പോഴേ ജഡ മുറിച്ചേക്കണം. ദൈവസന്നിധിയിൽ ഇരിക്കണം, കരയണം. വന്നു പോയോ? ദൈവസന്നിധിയിൽ ഇരുന്ന് കരയണം. ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ഭക്തിയുടെ വേഷം പാടില്ല. ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തു കൂട്ടിയിട്ട് ആരുടെ വേഷമാ? ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട്
ജീവിതത്തിൽ കുറവുകൾ വന്നാൽ ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാൻ എൻ്റെ പ്രിയമുള്ളവരെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചേ. ആ ജീവിതത്തിൽ തെറ്റുകൾ വന്നാൽ ദൈവസന്നിധി പോയി മുട്ടുമടക്കുവാൻ ഇടയാകണം. ഒരു കഴുകൽ നമുക്ക് ആവശ്യമാണേ, നമുക്കൊരു ശുദ്ധീകരണം ആവശ്യമാണ്, നമുക്കൊരു വെടിപ്പാക്കൽ വേണം. അവൻ്റെ സന്നിധിയിൽ പോയി ഇരിക്കണം, മുട്ടുമടക്കിയിരിക്കണം. പരിശുദ്ധാത്മാവ് വന്ന ജീവിത കുറവുകളെ കാണിക്കുമ്പോൾ ഏറ്റുപറയുവാനും ഉപേക്ഷിക്കുവാനും ഇടയാകണം. അത് പറ്റുന്നില്ലെങ്കിൽ വേഷം മാറ്റി ജഡമുറിച്ച് കഴിഞ്ഞു. ഒന്ന്, മുന്തിരി കഴിച്ചു. മുന്തിരി എന്ന് പറഞ്ഞത് അത് ജഡികാഭിലാഷങ്ങളെ കാണിക്കുന്നതാണ്. രണ്ട്, ശവത്തെ തൊട്ടു എന്ന് പറഞ്ഞാൽ ശവം എന്ന് പറയുന്നത് ലോകത്തിന്റെ മോഹത്തെ, ലോക ആസക്തിയെ കാണിക്കുന്നതാണ് ശവം എന്ന് പറയുന്നത്. മൂന്ന്, ജഡ എന്ന് പറയുന്നത് അവന്റെ ശാരീരിക അലങ്കാരത്തെ കാണിക്കുന്നതാണ്. ഇവന് അങ്ങനെ വലിയൊരു വീഴ്ചയാണ് ശിംശോന് വന്നത്, നമ്മൾക്കൊരു അടയാളമായിട്ട്. അതുകൊണ്ടാണ് തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറഞ്ഞത്, ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട് ശക്തി എന്ത് ചെയ്യരുത്, ത്യജിച്ചു കളയാനായിട്ട് ഇടയാവരുത്. നമ്മൾ 4 കാര്യങ്ങളാണ് ചിന്തിച്ചാൽ. ഒന്ന്, സഭ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമാണ്. സഭ സത്യത്തിന്റെ തൂൺ എന്ന നിലയിൽ സഭ സത്യത്തെ ഉയർത്തിപ്പിടിക്കണം. സഭ 2, വേർപാടിനെ ഉയർത്തിപ്പിടിക്കണം. സഭ 3, ഉപദേശ സത്യങ്ങളെ ഉയർത്തിപ്പിടിക്കണം, ബാബിലോന്യ ആചാരം കടന്നു വരാതെ. സഭ വ്യക്തി ജീവിത സാക്ഷ്യമുള്ളവരായിരിക്കണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ നിലയിൽ ജീവിപ്പാൻ നമുക്ക് കർത്താവിൽ ശരണപ്പെടാം. കർത്താവ് നമ്മെ സഹായിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ തരും. നമ്മൾ ഈ വരും ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ പൂർണ്ണമായി ഉന്നയിപ്പിച്ചു കൊടുക്കുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നടത്തണേ, എന്നെ നിയന്ത്രിക്കണമേ, എൻ്റെ കുറവുകളെ എനിക്ക് കാണിച്ചു തരണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ദൈവസേനയിൽ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ ദൈവം നമ്മളെ ജയകരമായ ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കും. നമ്മുടെ കർത്താവിനായ വരവനായി നമുക്ക് ഒരുങ്ങാം, പ്രത്യാശയുള്ളവരായിട്ട് ജീവിക്കാം.